നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മതപരിഷ്കരണവാദങ്ങൾ മുസ്ലിം ഐക്യത്തിനു മാത്രമല്ല രാജ്യസുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുമെന്ന് സംസ്ഥ കേന്ദ്ര മുഷവറ അംഗം മാരായമംഗലം അബ്ദുറഹിമാൻ ഫൈസി പ്രസ്താവിച്ചു. രാജ്യഭദ്രത വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും ശിഥിലീകരണ ശ്രമങ്ങൾക്കെതിരെ സമൂഹം ഒന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ആദർശ സമ്മേളനത്തിന്റെ ജില്ലാതല സമാപന സമ്മേളനം ചങ്ങരംകുളത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈചിത്യവും വൈവിധ്യവുമാർന്ന പ്രവിശാലമായ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഉത്കൃഷ്ടനാണ് മനുഷ്യരായ നാം. നമുക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചവും ഇതിലുള്ള നാം മനസ്സിലാക്കിയതും മനസ്സിലാക്കാത്തതുമായ കോടിക്കണക്കിലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികൾ, ചരാചരങ്ങൾ അവൻ സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ അറിയപ്പെടാൻ വേണ്ടി, അള്ളാഹുവിനെ ആരാധിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ സംവിധാനമൊക്കെ സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അതെല്ലാം അവന്റെ ഔദാര്യവും അവന്റെ അവകാശവുമാണ്. നമുക്കതിനെ കുറിച്ച് ചോദിക്കാനോ ചിന്തിക്കാനോ അവകാശമില്ല. അവന്റെ ഔദാര്യം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നാം വന്നത്. സോൺ പ്രസിഡന്റ് സെയ്ദ് SIK തങ്ങൾ അൽ ബുക്കാരി അധ്യക്ഷത വഹിച്ചു. സെയ്ദ് അൻവർ സാദാത്ത് തങ്ങൾ, സെയ്ദ് സിദ്ദിഖോയ തങ്ങൾ അൽ ബുക്കാരി, അലവി സക്കാഫി കുളത്തൂർ, അസീസ് സക്കാഫി വാളക്കുളം, M ഹൈദർ മുസ്ലിയാർ, K സിദ്ദിഖ് മൗലവി, ഷിയാബ് സക്കാഫി, വാര്യത്ത് മുഹമ്മദ് അലി, കുഞ്ഞു കുണ്ടിലങ്ങാടി, മുഹമ്മദ് അലി പുത്തനത്താണി, PP നൌഫൽ സഹദി, അബ്ദുൽ ജലീൽ അഹ്സനി, അബ്ദുൽ ഹൈ ഇർഫാനി, ഹസ്സൻ അഹ്സനി, നജീബ് അഹ്സനി എന്നിവർ പ്രസംഗിച്ചു. അതേ സ്വഹാബത്ത് തന്നെയാണ് വിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ ആചാരങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ആ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദും ആചാരങ്ങളും അനുഷ്ഠിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു അനൈക്യവുമില്ലാതെ, അഭിപ്രായ വ്യത്യാസമില്ലാതെ 921 വരെ കേരളീയ മുസ്ലിമീങ്ങൾ ഐക്യത്തോടെ ഇസ്ലാമിക വിശ്വാസം മനസ്സിലാക്കുന്നതിലും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലും മുന്നോട്ട് പോയപ്പോൾ 921 വഹാബിസം കടന്നു വരുന്നത്. ആ വഹാബികൾ കടന്നു വന്ന് അതുവരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും മുശ്രിക്കാക്കി ചിത്രീകരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് 940കളിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കടന്നു വരുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ, തൗഹീദിന്റെ വിശദാംശങ്ങൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിർണായകമായ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്കറിയാം. ബാഹ്യശക്തികൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുൽസിതമായ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ നമ്മുടെ രാജ്യം അതർഹിക്കുന്ന രീതിയിൽ പ്രതിരോധിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ യശസ്സും സുരക്ഷിതത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നാം ഉള്ളത്. ഒരു യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല നാം, സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഒരിക്കലും ഒരു യുദ്ധം ഒരു രാഷ്ട്രത്തിനും ഗുണം ചെയ്യില്ലെന്നത് വളരെ വ്യക്തമാണ്. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, ചങ്ങരംകുളം. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് ക്യൂർ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂ, മെറൈൻ മിറാക്കിൾസ് എക്സ്പോ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മെറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.